ടീം റാങ്ക് പട്ടികയ്ക്കായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മാറ്റം റദ്ദാക്കിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകില്ല. ഹൈക്കോടതി വിധി നടപ്പാക്കിയെന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. പ്രവേശന നടപടികളെ ബാധിക്കുമെന്നതിനാൽ അപ്പീലിനില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. പ്രവേശന നടപടികൾ സമയബന്ധിതമായി തീർക്കാൻ ബാധ്യതയുണ്ട് എന്നും സർക്കാർ വിശദീകരിക്കും. വിവരങ്ങൾ നൽകാനായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഇന്നലെ തന്നെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നതാണ്, സർക്കാരിന് നോട്ടീസ് നൽകിയിരുന്നു, നിലപാട് അറിയിക്കണമെന്ന് വിശദീകരിക്കുന്നു. ഇപ്പോൾ അപ്പീലിനില്ല എന്ന നിലപാടിലാണ് സർക്കാർ. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നതിന് പിന്നാലെ തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിലപാട് വ്യക്തമാക്കിയതാണ്. അതായത് ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ മാത്രമേ ഉള്ളൂ, ഇറങ്ങിക്കളിക്കാൻ തങ്ങളില്ല, അതായത് അപ്പീലിന് പോകാൻ തങ്ങളില്ല എന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയതാണ്. ഇന്നലെ ഈ വിഷയം അതുകൊണ്ട് തന്നെയാണ് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ ഇത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ ചോദ്യം ചെയ്ത് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ സ്വയം അവർ സുപ്രീം കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായത്. ഇന്നലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ അപ്പീൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംസ്ഥാന സർക്കാർ ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ അറിയിക്കാനായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രീം കോടതിയിലെ പ്രതിനിധി സ്റ്റാൻഡിംഗ് കൗൺസിലായ CK ശശിയോട് കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ ഇതിനു മുമ്പേ തന്നെ നേരത്തെ തന്നെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇന്നിപ്പോൾ ഔദ്യോഗികമായി കോടതിക്ക് മുന്നിൽ ഈ നിലപാട് ആവർത്തിക്കും. അതായത് അപ്പീലിന് പോകാൻ ഇല്ല, ഹൈക്കോടതി വിധി ശരിവെക്കുന്നു, അതായത് പഴയ പ്രോസ്പെക്ടോസ് അനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ പ്രവേശന നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി ഓർത്തിട്ടാണ് കൂടുതൽ നിയമ നടപടികൾക്ക് പോകാത്തത് എന്നുള്ളതാണ്. അതേസമയം തന്നെ സ്വാഭാവികമായും ഇതിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സർക്കാരിന് സംശയമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു ചോദ്യമുണ്ടായി. എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കത്തിൽ പെട്ടെന്ന് ഈ പ്രോസ്പെക്ടോസിൽ മാറ്റം വരുത്തുവാനുണ്ടായ ഒരു സാഹചര്യം എന്ത് എന്നുള്ളത് കോടതി ആരാഞ്ഞിരുന്നു. ഏതായാലും സംസ്ഥാന സർക്കാരിന് അതിന് മറുപടി നൽകുക അത് വലിയ ഒരു ഘട്ടത്തിലേക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ തിരിച്ചടി ഉണ്ടാകും. അതുതന്നെയാണ് സിംഗിൾ ബെഞ്ചിൻ്റെയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെയും ഡിവിഷൻ ബെഞ്ചിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത്. അതേ തിരിച്ചടി സുപ്രീം കോടതിയിൽ ഭയന്നുകൊണ്ടാണ് സർക്കാർ അപ്പീലിന് പോകാതെ അല്ലെങ്കിൽ അപ്പീലിന് പോകാൻ മുതിരാത്തത് എന്നുള്ളതാണ് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിച്ചതും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ നൽകിയ ഹർജി ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ കോടതി പറഞ്ഞിരുന്നു വിദ്യാർത്ഥികളുടെ ഭാവി ഓർത്ത് ഇപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ സ്റ്റേ അടക്കമുള്ള ഒരു നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നുള്ള സൂചനകളാണ് ഇന്നലെ ജസ്റ്റിസ് നരസിംഹ അടക്കം വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും കടുത്ത നടപടിയിലേക്ക് പോയില്ല എന്നുള്ളത് നിയമവിദഗ്ധരും വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പ്രവേശന നടപടികളൊക്കെ തന്നെ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിയ ഒരു സാഹചര്യത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും സ്റ്റേ അടക്കമുള്ള നടപടികളിലേക്ക് ഉണ്ടായാൽ അത് സ്വാഭാവികമായും അത് പ്രവേശന നടപടികളെ ബാധിക്കും. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു സ്വാഭാവിക നിർദ്ദേശങ്ങൾ മാത്രം മുന്നോട്ട് വെക്കാനായിരിക്കും ഒരു ജസ്റ്റിസ് നരസിംഹ അടങ്ങുന്ന ബെഞ്ച് മുതിരുക എന്നുള്ളതാണ് നിയമവിദഗ്ധരും മറ്റും വ്യക്തമാക്കുന്നത്. അതായത് നന്ദൻ, ആദ്യം തന്നെ ഈ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ആ ശുപാർശ എല്ലാം തന്നെ തള്ളിക്കൊണ്ട് കീം മാർക്ക് ഏകീകരണത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നു, എടുത്തുചാടുന്നു. അതിനുശേഷം ഒരു തുഗ്ലക് പരിഷ്കരണം കൊണ്ടുവരുന്നു. അതിലൊക്കെ തന്നെ സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ വലഞ്ഞു. അവരുടെ മാനസിക വ്യഥകൾ പോലും കണക്കിലെടുക്കാതെയുള്ള എടുത്തുചാട്ടം സർക്കാർ നടത്തിയപ്പോൾ പിന്നീടും ഒരു കുഴിയിലായത് വിദ്യാർത്ഥികൾ തന്നെയാണ്. ഒടുവിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് പോലും തിരിച്ചടി ഉണ്ടാകുമെന്ന ഉറപ്പായപ്പോൾ സംസ്ഥാന സർക്കാർ ഇനി അപ്പീലിന് ഞങ്ങൾ ഇല്ല എന്ന് പറയുന്നതല്ലേ? ഈ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകൂടി കൊണ്ട് കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് എല്ലാ തരത്തിലും മുൻതൂക്കം നഷ്ടമായി എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അവർ സുപ്രീം കോടതിയിലും ഹർജി നൽകിയിരിക്കുന്നത്. അത് അവർ കണക്കുകൾ അടക്കം അത് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ പഴയ ഫോർമുല അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പുതുക്കി പ്രഖ്യാപിച്ചപ്പോൾ ഈ സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം റാങ്ക് പട്ടികയിൽ ഗണ്യമായി കുറഞ്ഞു എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതായത് ആദ്യ 100 റാങ്കിൽ 21 പേർ മാത്രമാണ്
മാറ്റമാണ് കേരള സിലബസിൽ നിന്നുമുള്ളത്. പഴയ റാങ്കിൽ അതായത് പഴയ ഫോർമുല വെച്ചാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 100-ൽ 43 പേർ കേരള സിലബസിൽ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആദ്യം സർക്കാർ പ്രഖ്യാപിച്ച പഴയ പ്രോസ്പെക്ടോസ് പ്രകാരം CBSE വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ആദ്യ 100 പേരുടെ പട്ടികയിൽ 79 പേർ CBSE സിലബസിൽ നിന്നുമാണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യ 5000 റാങ്കിൽ കേരള സിലബസിൽ പഠിച്ച 1796 പേർ ഇടം പിടിച്ചപ്പോൾ CBSEയിൽ നിന്നും 2960 പേർ അവിടെ റാങ്ക് പട്ടികയിൽ ഇടം നേടി എന്നുള്ളതാണ്. ICSEയിൽ നിന്നും 201 പേരും ഇടം പിടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 86,549 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 76,230 പേർ യോഗ്യത നേടി. 67,505 പേർ റാങ്ക് പട്ടികയിൽ ഇടം നേടി. ഈ റാങ്ക് പട്ടികയിൽ ഇടം നേടിയതിൽ അധികവും CBSE വിദ്യാർത്ഥികളാണ്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പിടിപ്പുകേട് അല്ലെങ്കിൽ കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് കാട്ടിയ ഒരു അവഗണന അല്ലെങ്കിൽ ഒരു നീതി നിഷേധം എന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ CBSE വിദ്യാർത്ഥികൾ കൂടുതലായി റാങ്ക് പട്ടികയിൽ കടന്നുകൂടാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഏതായാലും സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ സ്വാഭാവികമായും കുറ്റബോധം തോന്നേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സർക്കാർ നിയമ നടപടികളിലേക്ക് നീങ്ങിയപ്പോൾ സിംഗിൾ ബെഞ്ചിൽ നിന്നും ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സർക്കാരിന് തിരിച്ചടിയുണ്ടായി. അതേ തിരിച്ചടി തന്നെ സുപ്രീം കോടതിയിലും സർക്കാർ ഭയന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് വിധി വന്നതിന് തൊട്ടു പിന്നാലെ നിയമവിദഗ്ധരുടെ ഉപദേശം തേടിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നയം വ്യക്തമാക്കിയത്. സർക്കാരിന് മുന്നോട്ടില്ല, ഗാലറിയിലിരുന്ന് കളി കാണാൻ മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികൾക്ക് സ്വയം വേണമെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നുള്ള നയം. ഏതായാലും ആ നയം തന്നെ സർക്കാർ തുടരുവാൻ തീരുമാനിച്ചിരിക്കുന്നു. തിരിച്ചടി തന്നെ ഭയന്നാണ് സർക്കാരിൻ്റെ ഈ സുപ്രീം കോടതിയിലെ പിന്മാറ്റമെന്ന് വേണം വിലയിരുത്താൻ. രാഖി. ശരി നന്ദൻ, എന്തായാലും നന്ദൻ പറഞ്ഞതുപോലെ കീമിൽ നിന്ന് തന്ത്രപൂർവ്വം തലയൂരാനുള്ള നീക്കത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. കീം റാങ്ക് പട്ടികയ്ക്കായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മാറ്റം റദ്ദാക്കിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിന് ഞങ്ങളില്ല എന്ന നിലപാടിലാണ് സർക്കാർ. ഹൈക്കോടതി വിധി നടപ്പാക്കിയെന്ന് സുപ്രീം കോടതിയെ അറിയിക്കാനാണ് തീരുമാനം. പ്രവേശന നടപടികളെ ബാധിക്കുമെന്നതിനാൽ അപ്പീലിനില്ല എന്നും പ്രവേശന നടപടികൾ സമയബന്ധിതമായി തീർക്കാൻ ബാധ്യതയുണ്ട് എന്നും സർക്കാർ വിശദീകരിച്ചേക്കും. എന്തായാലും നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.